കൃഷ്ണനും മോനും കുറേ ദൂരം പോയി, ഞാൻ ഒറ്റക്കായി. കഠിനമായ വിശപ്പുള്ളതിനാലും ക്ഷീണമുള്ളതിനാലും ഞാനിവിടെ ഇരുന്ന് ഒരു ചായ, ഭയങ്കര മധുരം, ഒരു മാഗിയും പറഞ്ഞിട്ടുണ്ട്. മാഗി ഈ കടയിലാണ്. മുമ്പിൽ വളരെ മനോഹരമായൊരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകണം. ഒന്നൊന്നല്ല, ഇഷ്ടം പോലെ ഉണ്ട്. പറയാമെന്ന് കഴിഞ്ഞാൽ അതിന് നേരം ഉണ്ടാവുള്ളൂ. കാലിൻ്റെ അവസ്ഥ GoPro തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാറ്ററി കഴിഞ്ഞു. നല്ല മഴയായിരുന്നു. നവീദ്, താങ്ക് യു വെരി മച്ച്. ഈ ഒരു പോഞ്ചോ തന്നില്ലായിരുന്നെങ്കിൽ മേടിക്കാമായിരുന്നു, പക്ഷേ ഇത് വളരെ ഹെൽപ്ഫുള്ളായി. നല്ല മഴ പെയ്തു, കൈ ചെറുതായിട്ട് മരവിച്ചു. അമ്പാ, കോട വന്നു. ആ കോടയുടെ ഭംഗിയാണ് കാണേണ്ടതിൻ്റെ പൊന്നെ. സൂപ്പറല്ലേ? വളരെ നന്നായി. സോണി കൊണ്ട് ഫോട്ടോ എടുക്കാം. എന്തായാലും ഇപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണനും മോനും വേറെ വഴിക്ക് പോയി, നേരത്തെ പോയി, അല്ലെങ്കിൽ വളരെ നേരത്തെ നടന്നു. ഞാൻ പതുക്കെ തന്നെ പോകുന്നുള്ളൂ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കണമായിരുന്നു, വീഡിയോ എടുക്കണമായിരുന്നു. ഇടയിൽ വിശന്നു, ഞാൻ അവിടെ നിന്നു മാഗി കഴിച്ചു. അങ്ങനെ 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 കുറച്ചൊക്കെ ആയിട്ട് പോകുന്നു. ഇനി 10 കിലോമീറ്റർ നടക്കാനുണ്ട്. ക്ഷീണം ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ക്ഷീണം നടക്കുമ്പോൾ ക്ഷീണിക്കുമല്ലോ, ശ്വാസം മുട്ടല്ലോ, മനുഷ്യനങ്ങനെയല്ലേ. ഇത് രാംപാടാന്നുള്ള സ്ഥലമാണ് കേട്ടോ, രാംപാട. നമ്മൾ മലയാളികൾ രാംപാര എന്നും പറയും, പക്ഷേ എഴുതുന്നത് രാംപാടാന്ന്. രസകരമായ യാത്രകളിലൂടെ ഇനിയും നമുക്ക് പല സ്ഥലങ്ങളും കാണാനുണ്ട്. എനിക്കെന്തായാലും ഈ ഫോൺ മാറ്റിയിട്ട് നല്ലൊരു ഫോൺ ആക്കണമെന്നുണ്ട്. പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ എടുത്തിട്ടുണ്ട്. ഞാൻ സോണിയിൽ ഫോട്ടോസ് എടുക്കട്ടെ. ഒരു താത്തൻ്റെ വല്ലേ നീച്ച താത്ത. മഴ വീണ്ടും കുറഞ്ഞു. ആകെ ഞാനൊരു മണിക്കൂർ കൊണ്ട് കയറിയത് 1/2 കിലോമീറ്ററോളമാണ്. ഇനി 8 കിലോമീറ്റർ കയറാനുണ്ട്. 8 കിലോമീറ്റർ രസമാണ് കേട്ടാ. ജീവിതത്തിൽ 10-17 കൊല്ലം സ്റ്റുഡിയോൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് വെറുതെ അല്ല ജീവിതം ചെലവാക്കിയ ഞാൻ ഇന്ന് വളരെയധികം സന്തുഷ്ടനാണ് മഹരേ. കാരണം പെരുമഴ പുറത്ത് വെച്ചേക്കണമല്ലോ. കേദാർനാഥിന് 6 കിലോമീറ്ററോളം നടക്കാനുണ്ട്. എന്നിട്ട് ഞാൻ നല്ല ചായ കിട്ടി, ചായ കുടിക്കണം. ഡീഹൈഡ്രേഷൻ ചാൻസ് ഉണ്ട്. ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ പതുക്കെ നടക്കാണ്. ഇപ്പം പെരുമഴ കേട്ടോ, ഗംഭീര മഴ. ഇതാണ് ഷോപ്പ് കേട്ടോ. നീ അപ്പുറത്ത് കാണിച്ചു തരാം. ഞങ്ങൾ വന്ന വഴി, ഞങ്ങളല്ല എല്ലാവരും വന്ന വഴി. ചായ പൊറാട്ട കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഉച്ചയായില്ലേ. ഗ്ലാസ് എവിടെയാണ്? ഗ്ലാസ്സല്ല, കപ്പ്. അയ്യോ, ഈ ചേട്ടൻ അവിടെ ചപ്പാത്തി ഉണ്ടാക്കും. പൊറാട്ട, ചപ്പാത്തി അല്ല. ഇനി നമുക്ക് കഴിച്ചിട്ട് പോകാം. आलू की पराठे हैं, उसके बाद छोले भी होंगे, बता नहीं. ഭക്ഷണം വായയുടെ അടുത്ത് വരെ എത്തി. അപ്പോൾ ഇനി അധികം ടെൻഷനില്ല.
കൈ കുറേശ്ശം മരവിക്കും കേട്ടോ. വരുന്ന ബുദ്ധിമുട്ടുകളിലൊന്നും മഴ പെയ്യുമ്പോൾ ബാഗ് കയറ്റി നടക്കലാണ്. ഈ ബാഗ് കയറ്റി നടക്കാനുള്ള കാരണങ്ങൾ ഞാൻ തന്നെയാണ്. എൻ്റെ കയ്യിൽ റെക്കോർഡറുണ്ട്, ലാപ്ടോപ്പുണ്ട്, ക്യാമറകളുണ്ട്, മൈക്കുണ്ട്, ബാറ്ററികളുണ്ട്, പിന്നെ പവർ പ്ലഗ് ഉണ്ട്, എക്സ്റ്റൻഷൻ ബോർഡുണ്ട്. പിന്നെ ഇതൊരു നടന്നപ്പോൾ മഴ പെയ്തപ്പോൾ പിന്നെ പോഞ്ചോട്ടു. മൂത്രമൊഴിക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മഴ പെയ്തിട്ട് ബാഗും കൂടി ആകുമ്പോൾ. അതിൻ്റെ ഇടയിൽ രാവിലെ കയറിയപ്പോൾ തന്നെ കക്കൂസ് പോയി. ഭക്ഷണം പറയുമ്പോൾ പറയാൻ പാടില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ പറയാൻ പാടില്ല, എന്നാലും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ക്ഷീണമാകുമ്പോൾ റെസ്റ്റ് ചെയ്യുക. നമ്മളവിടെ 10 മണിക്ക് എത്തും എന്നുള്ള മുൻധാരണകളോ ഷെഡ്യൂളുകളോ ഒന്നും വെക്കാതിരിക്കുക. എത്തുമ്പോൾ അവിടെ എത്തും. ശരിക്കും തൈരും കൂടി വേണം, എന്നാലും നല്ലത്. ഒരു പൊറോട്ട കഴിയും മുമ്പ് അടുത്ത പൊറോട്ട വന്നിരിക്കുകയാണ്. കഴിക്കുമ്പോൾ നല്ലോണം ആസ്വദിച്ച് കഴിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പെരും മഴ പെയ്യുമ്പോൾ നല്ല ചൂടുള്ള ആലു പൊറോട്ട, പിന്നെ വലിയ സ്വാദില്ലാത്ത അച്ചാർ സ്വാദൊക്കെ ഉണ്ട്, വലിയ പെരും മഴയാണല്ലോ. പൊറോട്ടയൊക്കെ കഴിച്ച ശേഷം നടക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. കൃഷ്ണനെ വിളിച്ചിട്ട് കിട്ടിയില്ല, കൃഷ്ണൻ എടുത്തില്ല. കൃഷ്ണൻ തിരിച്ച് വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 5 കിലോമീറ്റർ കൂടി ഉണ്ടെന്ന്. അപ്പോൾ ഞാനിനിയിപ്പോൾ എത്ര കിലോമീറ്റർ കിടക്കേണ്ടി വരും? എന്തായാലും നടക്കുക തന്നെ നടക്കുക. Just wanted to show you the place, which is so beautiful, and if you come here, you will enjoy each and every moment. You go breathless because pristine, serene area. I cannot explain the place in my words or in my language. You have to come here. And moreover, this is the best part. It is helping me a lot. Thank you for the gift. Om Namah Shivaya. ഞാൻ കുറച്ച് ഇംഗ്ലീഷിൽ ജാട കാണിക്കുന്നുണ്ട് കേട്ടോ, ഒന്നും വിചാരിക്കരുതേ. Oh my goodness, look at this thing, we are crossing water. Oh my goodness, oh my god. My foot. Oh my foot. It's all in the water. No problem. But somehow we survived this big water crossing, and now this is one long chance you're getting to walk all the way up, and you can see people shit all the way because there's no one comes in between, and it started drizzling all the way. It's okay, it's not a problem. Sorry. It's not a problem. And it can be, it can be considered as the toughest part of the track. Yes, especially when you climb, when you take shortcuts, they take you to success, but some shortcuts take you to the destinations you want to go. All right. ഈ കയറ്റൊരു കയറ്റാണോ? പമ്പ അയ്യോ, നിങ്ക ദോസ് രസ്ത മേ.